ഞാനും നീയുമെന്ന വ്യത്യസ്തതകൾക്ക് പകരം നമ്മളൊന്ന് എന്ന ഏകതയുടെ ഒറ്റവരി കവിതയാണ് ഈ നാടകം. ഞാനെന്നും എൻ്റേതെന്നുമുള്ള ചെറിയ ക്യാൻവാസിൽ നിന്നും നമ്മുടേതെന്ന വലിയ ക്യാൻവാസിലേക്ക് നമ്മുടെ ചിന്തകളും കർമ്മങ്ങളും മാറട്ടെ എന്ന സന്ദേശമാണ് ഈ നാടകത്തിലൂടെ ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. ക്യാമ്പസ് ജീവിതം എന്നും ഗൃഹാതുരമായ പ്രണയത്തിൻ്റെ മാമ്പഴക്കാലമാണ്. ആർദ്രപ്രണയത്തിൻ്റെ പൂത്തുലഞ്ഞ മാങ്കൊമ്പുകൾക്കിടയിലൂടെ ഒരു തേൻകനിയായി ഞങ്ങൾ കാഴ്ചവെക്കുകയാണ്. മൂത്ത മാവിൻ്റെ പൂത്ത കൊമ്പത്ത്. അഭിനയിക്കുന്നവർ അപ്പൻ മേനോൻ, ശ്രീ വാസൻ CA, ദേവയാനി ആര്യ രാമചന്ദ്രൻ, പ്രഹ്ലാദൻ ഡോക്ടർ ആന്റണി ഡെയ്ൻ, മുത്തച്ഛൻ NR വിനോദ് കുമാർ, റോസക്കുട്ടി KH ബിന്നി, രമാപോറ്റി സുനിത ഹരിദാസ്, കൗസല്യ ഭായ് രാധിക മോഹൻ, ആമിന അഡ്വക്കേറ്റ് റംലത്ത്, മിന്നൽ റാഫി മതിലകം ആൻഡ് റീത്ത VK രാജലക്ഷ്മി. രചന കലാഭവൻ മണികണ്ഠൻ. സംവിധാനം കലാഭവൻ മണികണ്ഠൻ ആൻഡ് ടീം KKTM Seeds. ആരാ ചോദിച്ചത്? അവിടെ ആരാ? മതിലിനപ്പുറം ഒരു പുരുഷന്റെ തല. എത്തിനോട്ടം പരിപാടിയാണ്. ഇപ്പം തല അപ്രത്യക്ഷമായി. അതാരാണാവോ? തന്റെ പഴയ കാമുകനായിരിക്കും. അനാവശ്യം പറയണ്ടല്ലോ. ഒരിക്കൽ ഇതുപോലെ വേലിക്കപ്പുറം നിന്ന് ഞാൻ എത്തി നോക്കിയതിന്റെ പരിണിത ഫലമാണ് നീ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്? ലാഭം മാത്രമല്ലേ ഉള്ളൂ. ഒരു കൂലിയും വേലയും ഇല്ലാതെ തേരാപ്പാര നടന്നിരുന്ന നിങ്ങൾ എന്റെ അച്ഛന്റെ കാശ് കൊണ്ട് പേരും പെരുമയും സമ്പാദിച്ചു. മിസ്റ്റർ അപ്പൻ മേനോൻ ദ ഗ്രേറ്റ്. ശരിയല്ലേ? എന്റെ അച്ഛൻ ഭാരിച്ച സ്വത്തിന്റെ ഉടമയായിരുന്നു. ദുഷ്ടന്മാരെ ദൈവം പന പോലെ വളർത്തും എന്നാണല്ലോ. എന്നിട്ട് നിങ്ങൾ എന്താ ഇങ്ങനെ ചുള്ളിക്കമ്പുമാരി നിക്കണേ? ഞാൻ ദുഷ്ടനല്ലല്ലോ, അതുകൊണ്ടാ. ഓ, പിന്നെ എന്റെ പിതാവ് മോശമായിരുന്നില്ല. പേര് കേട്ട വിഷവൈദ്യനായിരുന്നു. കടിച്ച പാമ്പിനെ വരെ വരുത്തി കൊത്തിച്ച് വിഷം ഇറക്കിയിരുന്നു. എന്നിട്ട് അച്ഛനെവിടെ? ഒരിക്കൽ പാമ്പ് കടിച്ച ഒരാളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അച്ഛൻ കടിച്ച പാമ്പിനെ ധ്യാനിച്ചു വരുത്തി. പക്ഷേ പാമ്പിന് ആളുമാറി. വിഷമിറക്കാൻ കരുത് അച്ഛനെയായിരുന്നു. അതോടെ മൈ ഫാദർ വടിയായി. ഇപ്പോഴാണാ ജോലിക്ക് വരുന്നത്? നേരത്തെയായി. ക്ഷമിക്കണം കൊച്ചമ്മേ, ഇപ്പോഴാണ് ബസ് കിട്ടിയത്. ഓരോ ദിവസം ഓരോ കാരണങ്ങൾ. പുതിയ വേലക്കാരി ആയിരിക്കും. അത് സാറേ. എന്താ പേര്? ആമിന. ആമിന, നല്ല പേര്. എന്റെ അമ്മയും ഒരു ആമിനയായിരുന്നു. സാറിന്റെ അമ്മയുടെ പേര് ആമിനെ? അല്ല, കോടതിയിലെ ആമിന. എന്റെ ഭർത്താവേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. എന്നിട്ടും വീട്ടുവേല ചെയ്ത് കുടുംബം പോറ്റാനാണ് എന്റെ വിധി. നിന്റെ ഭർത്താവിന് എന്താ ജോലി? KSRTC ഡ്രൈവർ. ജോലി KSRTCയിലാണെങ്കിൽ ദാരിദ്ര്യം സ്വാഭാവികം. സാറേ, ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് നല്ലൊരു ജോലി കിട്ടിയില്ല. നീ ഏതുവരെ പഠിച്ചു? പ്രീഡിഗ്രിയെ 2 വട്ടം തോറ്റു. ഏത് കോളേജിലാ പഠിച്ചേ? നമ്മുടെ KKTMല്. എല്ലാവരും KKTMൽ. നീ പോടി അകത്തേക്ക്. ലേറ്റ് ആയിട്ട് വന്നിട്ട് ഒരു ജോലി ആയിട്ടില്ല. പൊടി ഉള്ളില്. പിന്നെ
കജദേവയാനി. എന്റെ പേരേ കജദേവയാനി എന്നല്ല, KJ ദേവയാനി. കാക്കപ്പറമ്പിൽ ജനാർദ്ദനൻ മകൾ ദേവയാനി. പിന്നെ എവിടെ നമ്മുടെ മകൻ പ്രഹ്ലാദൻ? അവൻ ചായ കുടി കഴിഞ്ഞ് ചാറ്റിങ്ങിലാ. ചാറ്റിംഗ് ഒക്കെ കൊള്ളാം, പക്ഷേ ചീറ്റിംഗ് ആകാതെ നോക്കണം. ഒരു ദില്ലിക്കാരി സുന്ദരി പൂജാ ശർമ്മയുമായി നടന്ന ചാറ്റിങ്ങിൽ എനിക്ക് നഷ്ടപ്പെട്ടത് 3 ലക്ഷമാണ്. 3 ലക്ഷം. ബൈ ദ ബൈ ദേവയാനി, ഇന്ന് നമ്മുടെ 50ാം വിവാഹ വാർഷികമാണ്. മറന്നോ നീയ്? ഒരു ദുരന്തത്തിന്റെ ദിവസം എന്ന് പറയൂ. നീ ഓർക്കുന്നു 965 വെറും മൂലഷെഡ് മാത്രമായിരുന്ന കുഞ്ഞുകുട്ടൻ തമ്പുരാൻ കോളേജിന്റെ ക്യാമ്പസ് നമ്മുടെ ക്ലാസിന്റെ മുകളിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന ഒരു മൂത്ത മാവിന്റെ പൂത്ത കൊമ്പിന്റെ ചുവട്ടിൽ വെച്ചാണ് നമ്മളുടെ പ്രണയം പുത്തുലഞ്ഞത്. അസ്മാബി കോളേജിലും SN നാട്ടികയിലും അഡ്മിഷൻ കിട്ടിയതായിരുന്നു എനിക്ക്. പക്ഷേ ഞാൻ KKTM തിരഞ്ഞെടുത്തു. വരാനുള്ളത് വഴിയിൽ തങ്ങില്ലല്ലോ. എന്റെ വിധി, അല്ലാതെ എന്തു പറയാൻ. വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കും. വിവാഹമോചനം ഭൂമിയിലും, അതാണല്ലോ നരകം. ഞാൻ 2 മക്കളെ പ്രസവിച്ചു. എന്നാൽ എൻ്റെ മൂത്ത മകൾ രാജലക്ഷ്മി ജീവിച്ചു തുടങ്ങും മുമ്പേ യാത്രയായി. നിങ്ങൾ യാത്രയാക്കി. രാജലക്ഷ്മി ഈ വീടിന്റെ വിളക്കായിരുന്നു. എന്തു ചെയ്യാം, എണ്ണ തീർന്നു. അല്ല, നിങ്ങൾ ഊതിക്കെടുത്തി. ഷീ കമ്മിറ്റഡ് സൂയിസൈഡ്. അവൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. എനിക്കറിയാം ആ സത്യം. എൻ്റെ രാജലക്ഷ്മി മോൾ എങ്ങനെയാ മരിച്ചതെന്ന് ഈ വൃദ്ധനറിയാം. വർഷങ്ങളായി ആ സത്യം എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുകയായിരുന്നു. ഞാൻ പറയട്ടെ രാജലക്ഷ്മി എങ്ങനെയാ മരിച്ചതെന്ന്? പറയൂ മുത്തച്ഛ, ടെൽമീനോ മുത്തച്ഛ. ആ കുട്ടി തൂങ്ങിയല്ലേ മരിച്ചത്. അപ്പോൾ മരണകാരണം കഴുത്തിൽ കയറ് മുറുകിയിട്ടായിരിക്കും. ഓടോ! ആരോപണങ്ങൾ കൂരമ്പുകളായി എന്റെ നേർക്ക് പെയ്തിറങ്ങിയാലും ഞാൻ പതറില്ല ദേവയാനി. കാരണം ഐ ആം ഇന്നസെന്റ്. അമ്മേ, ഞാൻ പോകുന്നു. എവിടേക്കാ മോനെ നീ പോണത്? തീരുമാനിച്ചിട്ടില്ല. തീരുമാനിച്ചിട്ട് പോയാൽ മതി. മോനെ പ്രഹ്ലാദ, നിന്നെ പഠിപ്പിക്കാൻ ഒരുപാട് പണം ഞാൻ ചെലവഴിച്ചു. UK യിലും UP യിലും വരെ പറഞ്ഞയച്ചു. എന്നിട്ടും നീ പഠിച്ചില്ല. ബിസിനസ്സിനായി ധാരാളം പണം വേറെ കളഞ്ഞു. നട്ടു വളർത്തുന്ന എല്ലാ തൈകളും കായ്ഫലം തരണമെന്നില്ലല്ലോ മിസ്റ്റർ മേനൻ. ഇവൻ കൂമ്പടഞ്ഞ വാഴയാണ്. എന്റെ ചേച്ചി രാജലക്ഷ്മി എങ്ങനെയാണ് കൂമ്പടഞ്ഞത്? എങ്ങനെയാണ് അവർ മരിച്ചത്? ആ സത്യം എനിക്കറിയണം. തീർന്നില്ല. പാലക്കാട് നിന്നൊരു പാവപ്പെട്ട വീട്ടിലെ ഒരു പാവാടക്കാരി ഈ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്നു. ഓർക്കുന്നോ? ആ കുട്ടി എങ്ങനെയാണ് ഗർഭിണിയായത്? ഒരു നാൾ കനോലി കനാലിൽ അവളുടെ ജഡം പൊന്തിയില്ലേ? ആ കുട്ടി എങ്ങനെയാണ് ഗർഭിണിയായെന്ന് സത്യം എനിക്കറിയാം. പറയണോ ഞാൻ? മോനെ പ്രഹ്ലു, നിർത്തടാ. എഴുതാപ്പുറം വായിക്കണ്ട. ഞാൻ വായിക്കും. ഈ പറഞ്ഞ കേസുകളൊക്കെ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും വരെ അന്വേഷിച്ചു. എന്നിട്ടും എന്നെ പ്രതിയേക്കാൻ ഒരു തുമ്പ് കിട്ടിയില്ല. കോടതി പോലും എന്നെ വെറുതെ വിട്ടു. ഈ നിയമം എന്ന് പറയുന്നത് ഒരു ചിലന്തി വലയാണ്. ചെറിയ പ്രാണികൾ അതിൽപ്പെട്ട് പിടയും, എന്നാൽ വലിയ പ്രാണികൾ അത് തകർക്കും. ഒരു പ്രമാണിയായ എന്നെ നീ വെറുമൊരു പ്രാണിയാക്കുന്നു. ഇന്നലെ മാപ്രാണം ഷാപ്പിൽ വെച്ചും നീ എന്നെ ധിക്കരിച്ചു. ഈ 2 കേസിലും ഒരു പുനരന്വേഷണം ആവശ്യപ്പെട്ട് ഞാൻ സുപ്രീം ബേക്കറിയെ സമീപിക്കും.
സുപ്രീം ബേക്കറിയാ? സോറി, സുപ്രീം കോടതി. പിന്നെ സത്യം എത്ര കൊട്ടയിട്ട് മൂടിയാലും പുറത്തു വരും മിസ്റ്റർ അച്ഛൻ. നിനക്ക് എന്തിനാണ് മോനെ ഇത്ര വർണ്ണത്തിൽ ആശങ്ക? മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അതുതന്നെയല്ലേ ഇത്. ഏത്? ഇത്. തൽക്കാലം ഞാൻ പോകുന്നു. ഒരു 100 രൂപ വേണം. എന്തിനാ 100 രൂപ? വണ്ടിക്കാശില്ല. ഐ സേ ഗെറ്റ് ഔട്ട്. നിങ്ങളുടെ ഭാര്യയായതിനു ശേഷം കണ്ണുനീർ കുടിക്കാനാണ് എന്റെ വിധി. എന്റെ ഉള്ളിലെ തീ അണയ്ക്കാൻ ഫയർഫോഴ്സിനെ വിളിക്കാം. വേണ്ട, ഞാൻ മാറിത്തരാം. ഒരു മുഴം കയറിലോ ഒരു തുള്ളി വിഷത്തിലോ ഈ ജീവിതം അവസാനിപ്പിക്കാം. മതിയോ? ദേവയാനി, നീ മരിച്ചാൽ? ഞാൻ മരിച്ചാൽ? നീ മരിച്ചാൽ ഞാൻ മറ്റൊരു പെണ്ണിനെ കെട്ടി സുഖമായി ജീവിക്കും. സുഖമായി ജീവിക്കണം നിങ്ങൾ മാത്രമായിരിക്കും. കൊച്ചമ്മേ, ഒരു സംശയം. ചായ ഉണ്ടാക്കണതേ എങ്ങനെയാ? തേയിലിടേണ്ടത് വെള്ളം തിളച്ചിട്ടാണോ അതോ പച്ചളത്തിലോ? നിന്റെ സംശയം തീർത്തരാം. അത് ചായപ്പൊടിയേ ആ കിണറ്റിൽ കൊണ്ടിട്ടാ കലക്ക്. നാശം, ഒരു ചായ വരെ ഉണ്ടാക്കാൻ അറിയില്ല. നടക്കടി ഉള്ളിലേക്ക്, ഞാൻ വരാം കൂടെ. എവിടെ നിങ്ങളുടെ മകൻ പ്രഹ്ലു? നിങ്ങളാരാ? മനസ്സിലായില്ല. ഇത്രയും പ്രശസ്തയായ എന്നെ മനസ്സിലായില്ലെന്നോ? ഷെയിം സാമൂഹ്യ പ്രവർത്തകയും ഫെമിനിസ്റ്റും പാചകവിദഗ്ധയുമായ റോസാക്കുട്ടി അംബ്രോസിനെ അറിയില്ലേ? വാരികകളൊന്നും വായിക്കാറില്ല അല്ലേ? ഇല്ലേ? ഓ, ഏതാണ് ഈ തോട്ടി? തോട്ടിയല്ല, രമാപോറ്റി. സോറി, ഞാൻ പൈങ്കിളി വാരികളൊന്നും വായിക്കാറില്ല. നിങ്ങൾ വന്ന കാര്യം പറയൂ മിസ്സിസ് കുംബ്രൂസ്. ഹേ മേനോൻ, ഐ എം നോട്ട് കുംബ്രോസ്, ഐ എം റോസക്കുട്ടി അംബ്രോസ്. അമ്പമ്പമ്പമ്പമ്പോ. ഹലോ മേനോൻ, എവിടെയാ നിങ്ങളുടെ മകൻ? അവൻ ഇവിടെ ഇല്ല. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂന്ന് നിങ്ങളുടെ മകനോട് പറഞ്ഞേക്കണം. ആരാണ് റോസാപ്പൂവിനെ കൊത്തിയത്? എന്നെ അല്ലടോ മാഷേ, എന്റെ മകളെ കൊത്തിയത്. നിങ്ങളുടെ മകനെ പുളിങ്കൊമ്പിലാ പിടി. എന്റെ മകളെ നോട്ടമിട്ടിരിക്കുക നിങ്ങളുടെ മകൻ. അത് ശരി, പുളിങ്കൊമ്പിലാണോ നിങ്ങളുടെ മോളിരിക്കുന്നത്? ഒന്നുകൂടി പറഞ്ഞേക്കാം, ഇനി മേലാൽ നിങ്ങളുടെ മകൻ പ്രഹ്ലാദൻ എന്റെ മകളെ കാണുകയോ മിണ്ടുകയോ ചെയ്യരുത്. കണ്ടാലെന്താ, മിണ്ടിയാലെന്താ? എന്നാലേ ഈ റോസാക്കുട്ടി ആരാണെന്ന് കാണിച്ചു തരും ഞാൻ. എനിക്ക് ദില്ലിയിലുമുണ്ട് പിടി കേട്ടോ. ദേ കാർന്നോരെ, കളി ഞങ്ങൾ ഫെമിനിസ്റ്റുകളോട് വേണ്ട. ആ മീശ പറിച്ചേ അച്ചാറുണ്ടാക്കി ടച്ചിങ്സ് ആക്കും. അയ്യോ, പേടിച്ചു പോയി. അമ്പ, നിലത്ത് നിൽക്ക വേണം പിള്ളേ. എന്താ ഇവിടെ ഒരു ബഹളം? ആരവരൊക്കെ? കേട്ടോ, നിന്റെ മോൻ ഈ പെമ്പറന്നോരുടെ മോളുമായിട്ട് ഐ ലവ് യു ആണെന്ന്. ഓ മൈ ഗോഡ്, എന്റെ മയിലാടും മുത്തപ്പ. അതെ, അവനോട് പറഞ്ഞേക്കണം, ഇനി എന്റെ മകളുമായി ചാറ്റിങ്ങോ വാട്സാപ്പിൽ ഗുഡ് മോർണിംഗോ അയക്കരുതെന്ന്. ഈ പ്രേമം ഇന്ന് തന്നെ റിമൂവ് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ കാണിച്ചു തരാം ഞാൻ. കുട്ടികൾ തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ നമുക്കതങ്ങ് നടത്തിക്കൂടെ? അയ്യടാ, അത് നടക്കില്ല. കാരണം എന്റെ മോളെ കെട്ടാനുള്ള യോഗ്യത നിങ്ങളുടെ മോനില്ല. കെട്ടിയാൽ എന്നാൽ അവനെ ഞാൻ തട്ടും. അതിന് ഞൊട്ടും. അയ്യേ വട്ടൻ. വട്ടൻ നിന്റെ കെട്ടിയോൻ. തൽക്കാലം ഞങ്ങൾ പോകുന്നു. ഇതൊരു താക്കീതാണ്. അനുസരിച്ചില്ലെങ്കിലേ അനുഭവിക്കും. ഈ ജില്ലയിലെ കൊട്ടേഷൻ പിള്ളേരെ ഞങ്ങളുടെ കാൽ കീഴിലാണ്, കാൽ കീഴിൽ. പറഞ്ഞു കൊടുപോറ്റി. കോലഴി മുരളി, വിയ്യൂർ താരാനാഥ് എന്നീ കൊട്ടേഷൻ ടീമുകൾക്ക് പണിയുണ്ടാക്കല്ലേ കാർന്നോരെ. പിന്നെ മുരളി, ഒന്ന് പ്യാടിപ്പിക്കാതെ പോ. ഡോ, ഈ റോസാപ്പൂവിൽ നിറയെ മുള്ളുകളാണല്ലോ. അച്ഛനായിട്ടും മക്കളായിട്ടും ഒരു സമാധാനവും ഈ കുടുംബത്തിലില്ല. ജീവിതം വിരഹവേദനയുടെ കണ്ണീർ തുള്ളിയാണെന്ന് മഹാകവി കുഞ്ഞിക്കോരൻ പറഞ്ഞത് എത്ര സത്യം. മോനെ പ്രഹ്ലു,
അച്ഛന് ഒരു കാര്യം ചോദിക്കാനുണ്ട്. നീയും ആ റോസാക്കുട്ടിയുടെ മകളും തമ്മിൽ ഐ ലവ് യു ആണോ? ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. ഒരു പെണ്ണിനെ പോറ്റാൻ മാത്രം എന്ത് വരുമാനമാണ് നിനക്കുള്ളത്? അമ്മയെ അച്ഛൻ സ്നേഹിച്ച് കിട്ടിയപ്പോൾ കയ്യിൽ എന്തുണ്ടായിരുന്നു? പെണ്ണു വീട്ടുകാരുടെ കാശ് കൊണ്ടല്ലേ അച്ഛൻ ആളായത്. ഞാനും ആ വഴി തിരഞ്ഞെടുത്തോളാം. ഇങ്ങനെയൊക്കെ പറയാൻ നീ വളർന്നു അല്ലേ മോനെ? ജീവിതമല്ലേ അമ്മേ ഏറ്റവും വലിയ സർവകലാശാല. അതെ, ആ സർവകലാശാലയിലെ വിസിയാണ് മോനെ ഞാൻ. കൊച്ചമ്മേ, ദേ പാല് തിളച്ചു പോണ്, വേഗം വാ. നാശം ഞാൻ ദേ വരുന്നു. മോനെ പ്രഹ്ളു, നിനക്ക് ഞാനൊരു വിസ ശരിയാക്കി തരാം. നീ എത്രയും വേഗം ഒമാനിലുള്ള അമ്മാന്റെ അടുത്തേക്ക് പോയിക്കൊള്ളൂ. പണിയെടുത്ത് ജീവിക്കാനോ? അതിന് വേറെ ആളെ നോക്കണം മിസ്റ്റർ അച്ഛൻ. എന്നെ അനുസരിക്കാത്തൊരു പുത്രനെ എനിക്ക് വേണ്ട. ഐ വിൽ കിൽ യു. ഇമ്മണി കില്ലും. ഒന്ന് പോ. ഉണ്ടയില്ലാത്ത ഈ തോക്കുകൊണ്ട് ആ മുത്തച്ഛനെ പേടിപ്പിക്ക്. ലെറ്റ് മീ ഫോർ മൈ സോങ്. എന്നെ എന്റെ പാട്ടിന് വിടൂ. ചോറും കറിയും വെക്കാൻ അറിയാത്തൊരു വേലക്കാരി, അവളെന്തിനാ അങ്ങോട്ട് പറഞ്ഞേ? നാടൻ കളിക്കാനാ? ജീവിതം ഒരു ഡ്രാമയാണ് ദേവയാനി. ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു നാടകം. അതിൽ ഞാനും ഒരു നടനാണ്. അത് വളരെ ശരിയാ. ഇവിടെ നാടകം കളിക്കുന്നത് ആരാണെന്ന് ഞാൻ പറയണോ? വർഷങ്ങളായി ഈ വൃദ്ധന്റെ മനസ്സിൽ കാത്തു സൂക്ഷിച്ച ഇതാ ചായ. ആ, ഇത് പിടി. കൗസല്യാബായി വരൂ. മിസ്റ്റർ അപ്പൻ മേനോൻ, എന്റെ മകളെവിടെ? മനസ്സിലായില്ല. ഇന്ന് രാവിലെ മുതൽ എന്റെ മകൾ റീത്ത മിസ്സിംഗ് ആണ്, മിസ്സിംഗ്. നിങ്ങളുടെ മകനോടൊപ്പം അവൾ ഈ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്നാ ആര് പറഞ്ഞു? അല്ലാതെ എവിടെ പോകാൻ? ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ രഘു അല്ലേ? ഏതാ ഈ പുതിയ അവതാരം? ഞാനോ? ഞാൻ പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകയും ബ്രൂട്ടീഷ്യനുമായ കൗസല്യാബായി. ഓ, ബ്രൂട്ടീഷ്യനാണോ? ബ്രൂട്ടീഷ്യനല്ല, ബ്യൂട്ടീഷ്യൻ. What is your name? കൗസല്യാബായി. Sweet name. മിസ്റ്റർ മേനൻ, Sorry. പെൺമക്കളുടെ വളർച്ച അമ്മമാരുടെ കയ്യിലാണ്. വേലി ചാടി പശുവിന്റെ കുട്ടി മതിൽ ചാടും, ഒരു സംശയമില്ലേ? ഞങ്ങൾ ചാട്ടക്കാരികളല്ല. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. മാഡത്തിന്റെ മകളെ നിങ്ങൾ വീട്ടിൽ ഒളിപ്പിച്ചിട്ടുണ്ടല്ലേ? തിരിച്ചു തരുന്നതാ നിങ്ങൾക്ക് നല്ലത്. എന്താ ഭീഷണിയാണോ? ഭീഷണി തന്നെ. എന്റെ മോൾ റീത്തയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ മകന്റെ നെഞ്ചത്ത് ഞാൻ റീത്ത് വെക്കും. പിന്നെ നിങ്ങൾ ഒലത്തും. പ്രായപൂർത്തിയായ സ്ത്രീയും പുരുഷനും പരസ്പരം സ്നേഹിക്കും, വിവാഹം കഴിക്കും. അതിനെ ഇവിടെ നിയമമുണ്ട്. ആഹാ, എങ്കിലേ ആ നിയമം ഞാൻ പൊളിച്ചെഴുതും, പൊളിച്ച്. അതിന് പൊളിക്കും. ഞങ്ങളോട് കളിച്ചാലേ ഞങ്ങൾ കളി പഠിപ്പിക്കും. നീ പോടി. ഹലോ, എന്താന്ന്? എന്ത്? റീത്ത മോള് ഒരു പയ്യനും കൂടിയോ? എവിടെ? KKTM കോളേജിലെ ക്യാമ്പസില് മാവിൻ കൊമ്പില് തൂങ്ങാൻ ഒരുങ്ങുന്നെന്നോ? എന്താന്ന്? ഈശോയെ, എന്റെ മോള് എന്തു പറ്റി? പിള്ളേര് തൂങ്ങിച്ചാകാൻ പോകുന്നെന്ന്. ഓ മൈ ഗോഡ്. ഇത് സത്യമാണോ? സത്യം. കർത്താവേ, എന്റെ മോള്, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. മേഡം, കരഞ്ഞു നിന്നിട്ട് യാതൊരു കാര്യമില്ല. നമുക്ക് എന്താ വേണ്ടിന്ന് വെച്ചാ ചെയ്യണം. അരുതെന്ന് പറയൂ. ഈ കല്യാണത്തിന് എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞേക്കൂ. സമ്മതമാണോ? പിന്നെ വാക്ക് മാറ്റരുത്. എനിക്ക് പരിപൂർണ സമ്മതം. സമ്മതമാണെങ്കിൽ നമുക്ക് ആ കല്യാണം അങ്ങ് നടത്തി കൊടുക്കാം. ഒരു സത്യം ഞാൻ പറയട്ടെ, ഇവരുടെ മകളുടെ ഹൈറ്റും വെയിറ്റും കാരണം അവർ കയറിയ മാവിലെ കൊമ്പ് അങ്ങ് ഒടിഞ്ഞു വീണു. പരിക്കില്ലാതെ അവർ താഴെ എത്തി. അവരിവിടെയുണ്ട്. കേറി വാ മക്കളെ, കേറി വാ. കർത്താവേ,
അനുഗ്രഹിക്കണേ. ഒരു വീട് പണിയുന്നതിനും വിവാഹം കഴിക്കുന്നതിനും അതിൻ്റെതായൊരു സമയമുണ്ട്. അതെ മിസ്റ്റർ മേനോൻ, വളരെ ശരിയാണ്. അപ്പോൾ ഒരു പുതിയ ബന്ധം നിലവിൽ വന്ന നിലക്ക് നമുക്ക് ഇതൊന്ന് ആഘോഷിക്കണ്ടേ? തീർച്ചയായും. എന്തിന് പിന്നെ ആക്കണം? തുടങ്ങ് ഇപ്പോൾ തന്നെ. യാ യാ. യു ആർ അണ്ടർ അറസ്റ്റ്. എന്തിന് കുണ്ടറ ബസ് സ്റ്റാൻഡ് കത്തിയ? ഈ വീട്ടിൽ പോലീസുകാർക്ക് എന്താ കാര്യം? മൂത്തമാവിന്റെ പൂത്ത കൊമ്പൊടിച്ചതിന് അറസ്റ്റ് ചെയ്യാൻ വന്നതാണ് ഈ SI മിന്നൽ റാഫി. അതിന് ഇവിടെ ആർക്കും ഒരു പരാതിയില്ല. ഒരു പരാതിയില്ല സാറേ. സാറ് നല്ലൊരു പാട്ടുകാരനല്ലേ? സാറും വരൂ, ഞങ്ങളുടെ കൂടെ പാട്ടുപാടി ഡാൻസ് ചെയ്യാം നമുക്ക്. വരൂ, നമ്മൾക്ക് കുട്ടികളുടെ കല്യാണം അങ്ങോട്ട് ആഘോഷിക്കാം. എല്ലാരും കേറി വരിക.